കൊന്നിച്ചിവ. അപ്പം ഇന്ന് ഡേ 6 വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ജപ്പാന്റെ മാനേഴ്സ് ഒക്കെ കുറച്ചുകൂടെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ജപ്പാനിൽ വരാണെങ്കിൽ ജപ്പാൻകാരെ പോലെ എങ്ങനെ നിങ്ങൾക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എസ്കലേറ്ററിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിൽക്കുക, റൈറ്റ് സൈഡ് നടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുമ്പോഴും ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുപോലെ ഒരു സെന്റർ പാർട്ടീഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ആരോ ഉണ്ട്. അത് ശ്രദ്ധിച്ച് കയറാം കേട്ടോ. അങ്ങനെ പ്ലാറ്റ്ഫോം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കളറിൽ ഇങ്ങനെ ഗ്യാപ്പിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അവിടെ പോയി നിൽക്കുക. ഈ കറക്റ്റായിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ട്രെയിൻ നിൽക്കുള്ളൂ. അപ്പോൾ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ട്രെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർ ഇറങ്ങിയതിന് ശേഷം മാത്രം കയറാം കേട്ടോ. അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ട്രെയിനിൽ നിന്നാണ് പോണെന്നുണ്ടെങ്കിൽ ബാഗ് ഫ്രണ്ടിലേക്ക് ഇടണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് അത് ഡിസ്റ്റർബൻസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേഷനുകളിലും ഇതുപോലെ ഒരു ചെറിയൊരു റെസ്റ്റ് റൂം ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, ജമദ.